അമ്മ ഞങ്ങൾ ഇറങ്ങി. അയ്യടാ എങ്ങനെയുണ്ട്? രണ്ടിനെ കാണാൻ ഇപ്പൊ പെമ്പിള്ളേരെ പോലെ കൊള്ളാം കേട്ടോ, നന്നായിട്ടുണ്ട്. എവിടെ ഇത് അമ്മയുടെ അല്ലേ ജിമ്മിക്ക്? അതെടുത്തിട്ടാ ചേരുന്നുണ്ട്. അല്ല അമ്മ, നമ്മളെ ആരുടെ പാലേച്ചനോട് പോണേ? എടി രോഹിണി കുഞ്ഞമ്മ. ഏത്? എടാ അപ്പൂപ്പന്റെ അനിയന്റെ മോള്. നിനക്ക് ഓർമ്മയില്ല നമ്മള് കല്യാണത്തിനൊക്കെ പോയി? നീ കൊച്ചായിരിക്കുമ്പോ. എനിക്ക് ഓർമ്മയുണ്ട്. കൊച്ചൻ ഗൾഫില്. ഫ്രിഡ്ജ് വന്നില്ലേ നമ്മൾ പാല് അടിച്ചു പോയ ഫ്രിഡ്ജ്. അത് ചിന്നു എവിടെ? മോളിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കണേ ഉള്ളു. മണിക്കൂട്ട ചേട്ടന്റെ മോളിലാണല്ലേ. വിളി അപ്പച്ചി. അപ്പച്ചി അയ്യോ, അല്ല അതെ, ആ ആഭരണം എന്ന് പറഞ്ഞാൽ അതാണ്ട ഇതുപോലല്ല. ആ ഡിസൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വന്നിട്ട് അതിനകത്ത് ഇങ്ങനെ വന്നിട്ട് അതിനകത്ത് ഇങ്ങനെ ടൈപ്പ് വേണം വെക്കേണ്ടത്. ആ ഞാൻ അപ്പോഴേ പറഞ്ഞതാ. അല്ല ഇതെന്തോന്ന് കല്യാണോ രണ്ടിന്റെ? മാച്ചിങ് മാച്ചിങ് നല്ലേ? അടിപൊളി. നിനക്ക് വേറെ കളർ ബ്ലൗസ് ഒന്നും ഇല്ലായിരുന്നു? ഈ കളറിന് എന്ത് കുഴപ്പം? നന്നായിരിക്കില്ലേ? അല്ലെ ഇത് കണ്ടു കഴിഞ്ഞാലേ ഞങ്ങള് പറഞ്ഞുറപ്പിച്ചിട്ടോണ്ട് വന്ന പോലെ തോന്നുന്നല്ലേ? പറഞ്ഞിട്ടാണല്ലോ നമ്മൾ ഇട്ടത്. അല്ലേ അല്ലേ പറയണ്ടായിരുന്നു? ആണോ? എന്തായാലും കൊള്ളാം. സമയാവുന്നു പോണെങ്കി പെട്ടെന്ന് വാ. ആ ഇതാണല്ലേ രോഹിണിക്ക് കൊടുക്കാൻ വാങ്ങിച്ച ഫ്രിഡ്ജ്. അത് പിന്നെ നീ ഇന്നലെ വൈകുന്നേരമല്ലേ പറയുന്നത്. ഞാൻ പിന്നെ മണിക്കൂട്ടിനെ വിളിച്ച് പറഞ്ഞ് അത് അറേഞ്ച് ചെയ്തതാണ്. കൊള്ളാം. ഫ്രിഡ്ജ് വാങ്ങാതെ എങ്ങാനും പോയാ എന്റെ അമ്മോ അവളെ സ്വഭാവം അറിയാലോ. അളിയ ഒരു കാര്യം ചെയ്യും, അളിയനും മണിയും നിങ്ങൾ എല്ലാവരും കൂടെ കാറിൽ വാ. ഞാനേ രമേശനുമായിട്ട് ഇതുമായിട്ട് അവിടെ വരാം. അല്ല അത് വേണ്ടല്ലേ, അതെ ശരിയാകത്തില്ല. അതെ അതിനൊരു വേറെ കാര്യമുണ്ട്. അല്ല ഞാൻ കാറി വന്നാൽ മതി. കാരണം എന്ന് പറഞ്ഞാല് ഇപ്പൊ ഞാനും പെങ്ങളും പിള്ളേരും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ ചെന്ന് കയറുന്ന വീട്ടില് ഒരടുത്ത ബന്ധുക്കളാ. പിന്നല്ലേ? പിന്നെ അളിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാ വന്നു കയറിയോ? അല്ല അളിയൻ എന്ന് പറയുമ്പോ വരുത്തനാണല്ലോ. അല്ല അളിയൻ എന്ന് പറയുമ്പോ നമ്മുടെ കുടുംബത്തിലേക്ക് വലിഞ്ഞു കയറി വന്നവന്. വലിഞ്ഞു കയറി വന്നവന് കല്യാണം കഴിച്ചു വന്നത് സംബന്ധം വഴി വലിഞ്ഞു കയറി വന്നവൻ. അളിയൻ പെങ്ങളും മക്കളും ഇന്നോവ കാർ തന്നെ പോകണം. അതായത് പുലിയുടെ വീട്ടിലെ മരുമോനാണ് അളിയൻ. അതിന്റെ ഒരു ഗമ ഉണ്ടായിരിക്കണം. അതുകൊണ്ട് വേണ്ട ഐശ്വര്യമായിട്ട് ഇന്നോവയെ തന്നെ പോകട്ടെ. നമുക്ക് വണ്ടി പോ. ആ ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ അതിനകത്ത് കയറിയോ, ഞാനും ചിന്നു ഇതീ വരാം. പെട്ടിയോട്ടെ വരാം. അവളെ ഈ വണ്ടി വന്ന ഛർദിക്കും. എന്തോന്നാ ഒത്തിരി ദൂരം ഉണ്ട്, അത് കുടുങ്ങി നീ അതിൽ വന്നാൽ മതി. അവള് കാറി വന്നോട്ടെ. വേണ്ട നീ വണ്ടി വാ. നീ വാ പിള്ളേർ കയറി. ഇന്നെങ്കിലും ആ പാട്ട വണ്ടിയിൽ നിന്ന് രക്ഷപ്പെട്ടു. പാട്ട വണ്ടിയാ? വണ്ടി കയറി വെച്ചാ സൂക്ഷിച്ചു പോണേ അണ്ണാ. ചേട്ടാ എന്റെ അണ്ണനെ കുലുക്കാതെ കൊണ്ടുപോണേ അണ്ണാ. മണിക്കുട്ടണ്ണ ചിന്നു വണ്ടി പറഞ്ഞതല്ലേ പറഞ്ഞു. മുഹൂർത്ത സമയമാവേ. എല്ലാം റെഡിയാണ? പോയണ ഇതായിരിക്കണേ, കൊലതായിരിക്കണം. ഇപ്പൊ ലിസ്റ്റ് പ്രകാരമുള്ള എല്ലാ സാധനം ആയിട്ടുണ്ടേ. സാധനങ്ങള് ഇല, കൊല, മലക്കറി. അല്ല മാഷേട്ടാ, പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞൊന്നും തോന്നില്ല. പറയണേ അങ്ങോട്ട്. എന്താന്നറിയോ, മഹേഷേട്ടന്റെ ഈ നമ്മുടെ മണിച്ചേച്ചിയൊക്കെ ആദ്യമായിട്ടാണല്ലോ നമ്മുടെ വീട്ടിലോട്ട് വരുന്നത്. ആദ്യമായിട്ട് വരാന്ന് പറഞ്ഞ ഇതിനു മുമ്പ് ഇവിടെ വേറെ വീടുണ്ടായിരുന്ന? എടി ഈ വിള ഞാൻ വാങ്ങിച്ച് വീട് വെച്ചു. ഇനിയല്ലേ ആദ്യമായിട്ട് ആൾക്കാർ വന്നു തുടങ്ങണത്. അത് ശരിയാ, എന്നാലും അവര് ആദ്യമായിട്ട് നമ്മുടെ വീട്ടിലോട്ട് വരുവാണല്ലോ. ഞാൻ പറഞ്ഞു വന്ന എന്താന്ന് വെച്ചാൽ പറയണേ അങ്ങോട്ട്. മഹേഷേട്ടന്റെ ഒരു അലമ്പ് സ്വഭാവം ഉണ്ടല്ലോ, അത് അവരുടെ മുന്നിൽ കാണിക്കരുത്. ഞാൻ നല്ലൊരു ദിവസമായിട്ട് എന്റെ വായിരിക്കണം എന്ന് കേൾക്കരുത് വേണേ. അവളെ വിളിക്കുന്ന കേട്ടോ. അയ്യോ എനിക്ക് വയ്യ. ഇറങ്ങി വാ ഇറങ്ങി വാ. അയ്യോ ഇങ്ങനെ നല്ല വിശേഷങ്ങൾ വേണം കാണാൻ.
ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ട എന്ത് ഒരു നല്ലൊരു വീടായില്ലേ മഹേഷ്? നല്ല വീട് കേട്ടടി. ഇതെന്തത് ഇതെന്തോന്ന് കോലം ഇത്? കഴിഞ്ഞ പ്രാവശ്യം കണ്ടപ്പോ ഇതില് നല്ല മണ്ണം ഉണ്ടായിരുന്നല്ലോ, ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു പോയല്ലോ. തന്നെടി, പക്ഷെ ഞാൻ 5 കിലോ കൂടി. അയ്യോ, എന്റെ പൊന്നു മക്കളെ, ചോക്കണേ. ഇതാരാ നിക്കുന്നെ? മക്കളാണ്. പിന്നെ എനിക്ക് അറിഞ്ഞൂടെ, നമ്മളെ ഓർമ്മണ്ടാടി അന്ന് തക്കേട്ട ആശുപത്രിയിൽ പെറ്റി കിടക്കുമ്പോ ഞാൻ കണ്ടതാണ്. അയ്യോ എവളങ്ങ് വലുതായി പോയേട്ടെ. ഓർമ്മയുണ്ട് തന്നെ, പണ്ട് നീ കുട്ടി പാവറായിട്ട് കിടക്കുന്ന സമയത്ത് നമ്മള് ജാമ്പക്ക പറിക്കാൻ പോക്ക് കൊന്നി ഗ്രാമ്പുകള് ഓർമ്മയുണ്ടാണ് അതൊക്കെ. രോഹിണി കുഞ്ഞമേരെ കെട്ട് കൊച്ചേ. അതെ, ഇതാണ് റിങ്കി, മൂത്തവള് ഇവള്. അത് എന്റെ പെങ്ങളാണ്, ഇവളുടെ നാത്തൂൻ. അല്ല എനിക്ക് മനസ്സിലായില്ല, പരിചയപ്പെടുത്താം. മഹേഷ് ചേട്ടാ, പിന്നാണെങ്കിലേ നോമ്പ് സുഖം കുടിക്കണമെങ്കിൽ എന്റെ കെട്ടിയവൻ പണ്ടതുപോലെ എന്നല്ലടി, ഒരു മാറ്റം ഇല്ലല്ലോ. അപ്പൊ ഞാൻ അകത്ത് പോയി സാധനമൊക്കെ എടുത്ത് നോക്കിയാ കേട്ടാ. നമ്മളെ അടപ്പായസമൊക്കെ ഉണ്ട് കേട്ടാ, ഇന്ന് വാങ്ങിക്കാം നമുക്ക്. വാ വാ. അയ്യോ, വന്ന ആള് നിക്കാതെ ഭാഗത്തോട്ട് അല്ല പിന്നെ എടുക്ക് മറ്റേ സാധനം എടുക്ക്. അല്ല ഇത് പാലുകാച്ച വീടല്ലേ, അപ്പൊ എടി വരുവടി, വരുവോ? അയ്യോ, എന്താണ് ഇങ്ങനെ നിക്കുന്നെ? കേറ് അകത്തോട്ട്. വാ മക്കളെ. അയ്യോ, എന്റെ പൊന്നു മക്കളെ, വാ, കേറ്, 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 കേറ്. ഓ, ചെരുപ്പൊക്കെ കിടക്കട്ടെ, ഇനിയിപ്പൊ ക്ലീൻ ചെയ്യാനുള്ളതല്ലയോ. ബാ കേറ്. ഇതൊന്നും ഉള്ള സ്ഥലത്തേക്ക് ഇരിക്കും. മഹേഷ് അങ്ങോട്ട് പോയി. അത് അകത്തോട്ട് ഇപ്പൊ വരും. എന്തോ എടുക്കുവാ, ഇരിക്കും. നമ്മള് ഫർണിച്ചറൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ വരും, എല്ലാം വരും. വലിയ കട്ടിലൊക്കെയാ മേടിക്കുന്നത്. അല്ല കൊള്ളാം കേട്ടടി. ഞാൻ അവിടെ എടി എന്റെ ഐഫോൺ അവിടെ. അയ്യോ, നോക്ക്, ഫോൺ എവിടെയോ കൊണ്ടുവച്ച്. അയ്യോ പേരെന്തോന്ന് പറഞ്ഞ ഞാൻ മറന്നു ഞാൻ. ചിന്നു. പിന്നെ ആ ഫോൺ തരുമോ? അത് എന്റെ ഫോൺ എവിടെ കൊണ്ടുവച്ചിരിക്കുന്ന അറിയാൻ വയ്യ. അപ്പൊ അതില് നമ്പർ അടിച്ചു നോക്കിയാൽ നമുക്ക് അറിയാമല്ല. തരുമോ? മോളുടെ രോഹിണി അങ്ങോട്ട് പോയി. ചേട്ടാ, ചേട്ടൻ അവിടെ വെച്ചില്ലേ, അവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നത്. എന്നാ ചേട്ടന്റെ ഐഫോൺ കിട്ടിയല്ലേ? കിട്ടി. നിന്റെ ഒരു കാര്യം. ചേട്ടന്റെ ഒരു കോര്യം. അയ്യോ അയ്യോ. എങ്ങനെയുണ്ട് വീടൊക്കെ? എങ്ങനെയുണ്ട്? നല്ല കളറൊക്കെ കേട്ടോ. അയ്യോ, എന്റെ എല്ലാം ഞാനാ കണ്ടുപിടിച്ചല്ല. പച്ച, മഞ്ഞ, നീല, ബ്രൗൺ ഒക്കെ ഉണ്ട്. വളരെ കളർഫുള്ള്. മഹേഷേ, ഓ മഹേഷ് ഇത് എത്ര സ്ക്വയർ ഫീറ്റ് വരും? അതൊക്കെ ആര് നോക്കണ? പൈസ അവിടെ നിന്ന് ഉണ്ടാക്കി വിടും, ഇവിടെ കുറ്റി അടിച്ച് അങ്ങ് ചെയ്ത് സംഭവം അങ്ങനെ ഉണ്ട്. കൊള്ളാം, നന്നായിട്ടുണ്ട്. എന്നാലും കടവ് കേട്ടോ, കടവുണ്ട്. ഈ ലീവ് എത്ര നാളെ? ലീവ് 1 മാസം കൂടെ ഉണ്ടെണ്ണ, അത് കഴിഞ്ഞ് അങ്ങ് പോകും. ഞാനാണെങ്കി ഇങ്ങനെ എണ്ണി ഇരിക്കുവാ. അത്രയ്ക്ക് സ്നേഹമാ? അല്ല, എന്നാ പോന്നേന്ന് അങ്ങ് പോണ്ടേ? ഇല്ല, ഞാൻ പറഞ്ഞില്ലേ എന്നെ കടവാന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട്. അത് കുറച്ചൊക്കെ ഉള്ളൂ, അത് നമുക്ക് തീർക്കാന്നല്ലേ ഉള്ളൂ. എടി നീ പോകുന്നുണ്ടോ ഇത്തവണ കൂടെ? എങ്ങനെ പോകും ചേച്ചി? ഇത്രയും വലിയൊരു വീട് കെട്ടിയിട്ടിട്ട് ഞാൻ എങ്ങനെ പോകും? വീട് നിക്കാന്ന് വിചാരിച്ചു. ഞാൻ ഇവിടെ തന്നെ നിക്കാം. പിന്നെ അത് തന്നെയല്ല, ഇന്നലെ അണ്ണൻ പോയിട്ട് ഒരു കാർ അങ്ങ് ബുക്ക് ചെയ്ത്. കടവാ. അയ്യോ, നീ കാറൊക്കെ ഓടിക്കാൻ പഠിച്ചോ? എനിക്ക് കാർ ഓടിക്കാൻ അറിയാവുന്നോ? ഗൾഫിലെ ഞങ്ങളുടെ ഫ്ലാറ്റിന്റെ തൊട്ടപ്പുറത്താണ് ജിം. പക്ഷെ എന്നെ നടന്നു പോവാൻ ഈ ചേട്ടൻ സമ്മതിക്കത്തില്ല. ഞാൻ കാർ എടുത്തോണ്ട് തന്നെ പോണം. ഞാൻ കാറല്ല ജിമ്മിലൊക്കെ പോന്നേ. അയ്യോ, അങ്ങ് ഗൾഫിലേട്ടോ. അയ്യോ, ഗൾഫില് നമ്മുടെ ഇവിടുത്തെ പോലൊന്നും അല്ല കേട്ടോ. ഇവിടെ വലത് സൈഡിലല്ലയോ മറ്റേ ഈ സാധനമൊക്കെ ഇരിക്കുന്നേ. അതെ, അത് അവിടെ ഇടത് സൈഡിലാ. വിദേശത്ത് എല്ലായിടത്തും അങ്ങനെ തന്നെയാണ്. അങ്ങനെ അല്ലേ? ഞാനോർത്ത് നമ്മുടെ കാറിന് മാത്രമേ ഉള്ളൂ. പിന്നെ നിങ്ങളാരും മിണ്ടാന്ന് കഴിഞ്ഞാൽ പിന്നെ അത് എന്റെ വീടല്ലേ, അവനേട്. വണ്ടി വിടാൻ ചേച്ചി,
ഭക്ഷണമൊക്കെ കഴിച്ചായിരുന്നു കഴിച്ചടി. വയറ് നിറച്ച് കഴിച്ചോ? വീടൊക്കെ ഇഷ്ടപ്പെട്ടോ ചേച്ചി? പിന്നെ നല്ല വീട്, നല്ല രസമായിട്ടുണ്ട്. പക്ഷെ എനിക്ക് നിങ്ങളുടെ രീതികൾ തീരെ ഇഷ്ടപ്പെടുന്നില്ല ചേച്ചി. എന്തിരി അങ്ങനെ പറഞ്ഞേ? എന്താ ചേച്ചി ഈ പറയുന്നത്? രാവിലെ മുതൽ നിങ്ങൾ സാധനം കൊണ്ടുവരുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ എന്തെങ്കിലും സാധനം കൊണ്ടുവന്നോ? ചേച്ചി ഒരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ വന്ന് ഞങ്ങളുടെ അടുത്ത് പാലുകാച്ചി പറഞ്ഞപ്പോൾ എന്റെ ചേട്ടൻ 12 വർഷം ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ട പൈസ കൊണ്ട് ഞാൻ മേടിച്ച നല്ല ഒന്നാന്തര ഫ്രിഡ്ജും കൊണ്ടാണ് നിങ്ങളുടെ വീട്ടിൽ ഞാൻ കയറി വന്നത്. ഒന്നും വേണ്ട, കയ്യിൽ ഒരു തവിയെങ്കിലും വെച്ചിരുന്നെങ്കിൽ എനിക്ക് പറയാറുണ്ട്, ഇത് എന്റെ ചേച്ചി കൊണ്ടുവന്ന തവിയ എന്നെനിക്ക് പറയാറുത്. പക്ഷെ ഇത് ഒന്നും ഇല്ലാതെ എങ്ങനെ ചേച്ചി ഇത് വരാൻ തോന്നിയത്? അല്ല ചേച്ചിക്ക് വിഷമം തോന്നണ്ട, ഞാൻ എന്റെ വിഷമം കൊണ്ട് പറയാ. എന്റെ ചേട്ടൻ എന്ന് വെച്ചാൽ പുള്ളി ഒരു അഭിമാനിയാ, ഇതൊന്നും തിരക്കുന്ന ആളല്ല. എന്നിട്ടും എന്റെ ചേട്ടൻ എന്നോട് ചോദിച്ച എന്തുവാന്നറിയോ? നിന്റെ വീട്ടിൽ നിന്ന് എന്ത് കൊണ്ടുവന്നടിയെന്ന്. അത് ചോദിപ്പിക്കേണ്ട വല്ല കാര്യമുണ്ടോ? അത് തന്നെയല്ല, ഒരാളൊരു വിശേഷം എന്തെങ്കിലും നമ്മുടെ സന്തോഷം കൊണ്ടല്ലേ നമ്മൾ വന്ന് ഓരോ വിശേഷങ്ങൾ വന്ന് പറയുന്നത്. അപ്പൊ ഈ വീട്ടിൽ ഈ കൂടും കുടുക്കി എടുത്ത് എല്ലാരും പെറുക്കി കെട്ടിയാണോ ഈ കൊണ്ടുവരേണ്ടത്? ഒരു പറ ചോറുണ്ണാനുള്ള ആൾക്കാരുണ്ടല്ലോ ചേച്ചി. ഇത് ഈ കൊച്ചിനെ ഒന്ന് ഞാനൊന്ന് ചിരിച്ചു കാണിച്ചതേ ഉള്ളൂ, അതും വന്നു. ഞാനൊരു സത്യം പറയട്ടാ, ഞാൻ സർപ്രൈസ് ആക്കി വെച്ച സാധനമായിരുന്നു. സർപ്രൈസ് എനിക്ക് കുറെ കേട്ടി. ഞാനേ നിനക്ക് വേണ്ടി വാങ്ങിച്ചതേ, നീ എനിക്ക് തന്നതിനേക്കാളും വലിയൊരു ഫ്രിഡ്ജായിരുന്നു. ഡബിൾ ഡോർ ഫ്രിഡ്ജ്, ഇൻവെർട്ടർ ഒക്കെ ഉള്ളത്, പുതിയ ടെക്നോളജി. കേട്ടിട്ടുണ്ട്, കുറെ കേട്ടതാ. ഇനി സത്യം ശരിക്കും ശരിക്കും മറ്റേ ഓട്ടോമാറ്റിക് ആണ്? പിന്നെ ഒരു സൈഡിൽ കൂടെ ഐസും ഒരു സൈഡിൽ കൂടെ വെള്ളവും വരുന്നു. എല്ലാം വരും. പച്ചക്കറി കൊണ്ട് വെക്കുമ്പോഴേ തണുത്തു പോന്നേ. ചേച്ചി 1 മാസം ഇരിക്കടി പച്ചക്കറി. ആണോ? ചേച്ചി 2 ഗ്ലാസ് പായസം കുടിച്ചോളൂ, 1 ഗ്ലാസ് കൂടെ ഞാൻ എടുത്ത് തരട്ടെ? അതല്ലേ ഞാൻ പറഞ്ഞത്. എനിക്കറിയാം ചേച്ചി, നിങ്ങളുടെ വീട്ടിൽ നിന്ന് വരുമ്പോ അതല്ല, ഞാൻ അഭിമാനത്തോടെ, ഞാൻ എന്റെ ചേട്ടൻ, എന്താ മക്കള് വിഷമിച്ചിരിക്കുന്നത്, അഭിമാനത്തോടെ ഞാൻ ചേട്ടനോട് പറഞ്ഞു, എന്റെ ചേച്ചി എന്റെ ചേട്ടൻ, എന്റെ മണിക്കുട്ടൻ എന്ന് പറഞ്ഞ എന്റെ ജീവനാ മണിക്കുട്ടനെ. എന്താ പറയാത്തേ? മോളെന്താ വിഷമിച്ചിരിക്കുന്നത്? ചിരിക്കടി. ഞാനേ മുഖത്ത് നിങ്ങൾക്ക് നല്ല ക്ഷീണമുണ്ട്, ഞാൻ ഓരോ ഗ്ലാസ് പായസം കൊണ്ട് വരാം കേട്ടോ. ചേട്ടനോട് ഇത് പോയി പറയട്ടെ. ഞാൻ ഫ്രിഡ്ജ് മണിക്കുട്ടൻ ചേട്ടൻ ഇതുവരെ കണ്ടില്ലല്ലോ. മണി എവിടെ? മണിക്കൂട്ട എവിടെ? എനിക്ക് അറിഞ്ഞൂടാ, ഇപ്പൊ വരുമായിരിക്കും. നിന്റെ ആങ്ങളെയല്ലേ? എനിക്ക് തോന്നുന്നത് വരുന്ന വഴിക്ക് ഫ്രിഡ്ജുമായിട്ട് ഏതെങ്കിലും പോലീസ് സ്റ്റേഷൻ്റെ തിരിപ്പുണ്ടാവും. ഒന്ന് മിണ്ടായിരി അച്ഛാ. സത്യം, ഒന്നാമത് അമ്മ വിഷമിച്ച് നിൽക്കുകയാണ്, അപ്പോഴാണ് അച്ഛൻ്റെ ഒരു ചൊറിച്ചില്. ഒന്ന് പോ അച്ഛാ. എന്തോന്നറിയാ വീണ ഇത്? പെണ്ണുങ്ങളുടെ ഇടയിൽ നിന്ന് കുണുകുണുകുണാന്ന് പറഞ്ഞോണ്ടിരിക്കുന്നത്. അപ്പുറത്തോണ്ട് ആണുങ്ങൾ, അങ്ങോട്ട് പോ. അതെ, ഞാൻ അല്ലെങ്കിലും അതേ പറ്റാണല്ലോ. തന്നെ. ഓ, നാണം കെട്ട് ഇവിടെ നിൽക്കണം. അയ്യോ, അമ്മ പോയി. എന്നാലും നമ്മുടെ മണിക്കുട്ടാണ് ഇങ്ങനെ ചെയ്തു കളഞ്ഞല്ല. അവര് വരട്ടെ, വരുമ്പോ വരട്ടെ. ചുമ്മാ മറ്റുള്ള കിടന്ന് ബഹളം ഉണ്ടാക്കുന്നല്ലാതെ. ചിന്നു പായസം കുടിച്ചോ? ചിന്നു കുടിച്ചായിരുന്നു. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. ഞാൻ മുഖസ്തുതി പറയണമെന്ന് വിചാരിക്കരുത് ചിന്നു. ഇത്രയും നോക്ക് നോക്ക്, കേരള തനിമയുള്ള ഒരു പെണ്ണിനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. അമ്മയാണ് സത്യം, അമ്മല്ല സത്യം. ഞാൻ നോക്ക് നോക്ക് നോക്ക്, ഗൾഫില് എന്റെ കീഴിൽ എനിക്ക് പേഴ്സണൽ അസിസ്റ്റന്റ് ആയിട്ട് 40 പേരാണ്, എല്ലാം ഫിലിപ്പീൻസി പിള്ളേര്. എന്റെ നോക്ക് നോക്ക്, എന്റെ ഭാര്യയുടെ അവള് പറഞ്ഞ അത് മതിയെന്ന്. സത്യം പറഞ്ഞാൽ എനിക്കിഷ്ടമല്ല. എനിക്കിഷ്ടം എന്ന് പറഞ്ഞാൽ ഇതുപോലെ കേരള തനിമയുള്ള പെണ്ണുങ്ങളെയാണ്. ഇവിടെ ജോലി ഉണ്ടാ ചിന്നുവിന്? ഉണ്ട്. അത് കള കേട്ടാ, ഞാൻ ഗൾഫിൽ കൊണ്ടുപോവാം. വരണം എൻ്റെ അവിടെ. ഗൾഫിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ താമസിക്കാനൊക്കെ സ്ഥലമുണ്ട്, ഫ്ലാറ്റ് ഉണ്ട്. ഫിലിപ്പീൻസിനെയൊക്കെ നമുക്ക് പിന്നെ ഫിലിപ്പീൻസിനെയൊക്കെ നമുക്ക് പറഞ്ഞു വിട്ടിട്ട് നിന്നെ ഞാൻ അവിടെ നിർത്താം. വരുന്ന എൻ്റെ അവിടെ വരുന്നു. എപ്പ വന്നെന്ന് ചോദിച്ചാ പോരെ? അയ്യോ, സത്യം പറഞ്ഞാൽ ഇത്രയും പെട്ടെന്ന് നീ ഇതിന് സമ്മതിക്കുമെന്ന് എനിക്ക് അറിഞ്ഞാ കൂടായിരുന്നു. എന്റെ വിസയുടെ കാലാവധി കഴിഞ്ഞു ഏട്ടാ. നിന്റെ നീ ഇപ്പൊ വന്നേ? ഇല്ല, ഞാൻ ചോദിക്കട്ടെ, ഈ പഞ്ചറായ ടയറൊക്കെ തൂക്കി വെക്കുന്ന നിങ്ങൾക്ക് എവിടുന്ന് പേഴ്സണൽ സ്റ്റാഫ്? എവിടെയാണ് നിങ്ങൾക്ക് സെക്രട്ടറി ഉള്ളത്? ഞാൻ പോട്ടെ. ആരെ വിളിച്ച്? ഒന്നും ഇല്ലെന്നെ, പാവ കാള ഓളെ വളർന്നേ ഉള്ളെന്നേ, മനസ്സ് ശുദ്ധനാ. അയ്യോ അയ്യോ,
അങ്ങനെ പവനായി ശവമായി ഇല്ലേടി? ചേച്ചി ഓ ഇനിയിപ്പൊ നോക്കിയിരിക്കുമെന്ന് വേണ്ട, മണിക്കുട്ടണ്ണ വരുത്തൊന്നുമില്ല. ചുമ്മാ ആരെങ്കിലും പറഞ്ഞു പറ്റിക്കരുത്. നീ സാധനം കൊണ്ടുവരും വലിയ സാധനം കണ്ട് കൊണ്ടുവരുമെന്നും പറഞ്ഞു. നീ എന്തോടി ഇങ്ങനെ കുത്തി സംസാരിക്കണേ? അണ്ണാ ഇത് ഇവളുടെ ഒന്നും വിചാരിക്കില്ലേ, സ്ഥിരമുള്ള സ്വഭാവമാണ്. അണ്ണ എന്റെ കാര്യം അറിയാലോ അണ്ണാ, ഞാൻ ഗൾഫിലാണ്. 10-12 വർഷമായിട്ട് ഗൾഫിൽ കിടക്കുന്നത്. അവിടെ നിന്ന് കാശുണ്ടാക്കി ഇവിടെ അയച്ചു കൊടുക്കും. ഇവിടെ പരിപാടി എന്തെന്നറിയാം, എവിടെയെങ്കിലുമൊക്കെ ചോദിച്ചിട്ട് പാല് കാച്ചിന് പോവുക, അല്ലെങ്കിൽ ഈ കല്യാണ വീട്ടിൽ പോവുക, അടിയന്തരത്തിന് പോവുക, പൈസ കൊടുക്കുക, ധാരധാരയായി അങ്ങ് കൊടുക്കും. അണ്ണാ നമ്മൾ എവിടെയെങ്കിലും ഒരു സഹായം ചെയ്യുന്നു, ഇപ്പൊ ഉദാഹരണത്തിന് ഒരു 1000 രൂപ നമ്മൾ കൊടുത്ത ഒരു 2000 രൂപ നമ്മൾ തിരിച്ച് പ്രതീക്ഷിക്കില്ലേ? അങ്ങനെ ഒരു ചിന്തയെ വെക്കില്ല എന്റെ കാശ് മുടിപ്പിക്കാൻ വേണ്ടി. എന്റെ ഫ്രിഡ്ജ് അയ്യോ എന്റെ മണിക്കുട്ട അണ്ണൻ. അണ്ണാ നിങ്ങൾ എന്തോന്നാ പറഞ്ഞ അണ്ണനാ? പറഞ്ഞ വരവ് കണ്ട ബാഹുബലി വരുന്ന പോലെയല്ലേ വരുന്ന. അണ്ണാ എന്തോന്നാ നോക്കി നിൽക്കുന്ന, അങ്ങോട്ട് പിടിച്ച്. അയ്യോ ശരിയാണല്ലോ, ഞങ്ങളെ ഈ നിങ്ങളുടെ ഈ ആരോഗ്യം കണ്ടങ്ങനെ നോക്കി നിൽക്കായിരുന്നു. നീ ഇവിടൊക്കെ തന്നെ ഉണ്ട്. പിന്നെ എന്റെ വീടിന്റെ പാലച്ചന് ഞാൻ ഇല്ലാതെ. അല്ല നീ ഗൾഫിലും കണ്ടല്ലായിരുന്നു. ലീവിലൊന്ന് എന്തൊക്കെ ഉണ്ട്? നീ സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുകയാണ്. അണ്ണന് സുഖാണോ? എനിക്ക് അല്ല യവനായിട്ടുള്ള പണ്ടത്തെ അടിയും വഴക്കൊക്കെ എല്ലാം ഇപ്പൊ ഭയങ്കര മര്യാദക്കാരനാണ്. ആണോ? മര്യാദക്ക് നടന്ന അവനും ഉള്ളു. ഇത് ലോകം മൊത്തം അറിയിച്ചോ? അതെന്റെ ആങ്ങളെ, എന്റെ അണ്ണൻ. ഞാൻ പറയും അളിയാ എന്താ വൈകിയേ? വൈകിയതേ ഒരു ചെറിയ പ്രശ്നം ഉണ്ടായാലേ, അളിയൻ ഇടപാട് ചെയ്ത ആട്ടോക്കാരനുണ്ടല്ലോ, പെട്ടി ആട്ടോക്കാരൻ രമേശൻ, അവനാള് ശരിയല്ലെന്ന്. അവൻ പാവാന്ന്, നമ്മൾ എല്ലാ കാര്യത്തിനും അവനെ വിളിക്കുന്നു. പാവോ, വന്ന വഴിക്ക് റോഡിൽ കിടന്ന എല്ലാ ഗട്ടറിലെയും അവൻ ചാടിച്ചു. ഞാൻ പറഞ്ഞ ഗട്ടറിൽ ചാടിക്കാതെ വണ്ടി ഓടറ എന്ന് ഞാൻ പറഞ്ഞിട്ട് അവൻ കേട്ടില്ല. ഇപ്പൊ പ്രശ്നമായോ? അല്ല ഒരു നേരിയ സംഘർഷം ഉണ്ടായി. എന്നിട്ടിപ്പോ വണ്ടി എവിടെ? വണ്ടി അവനും കൂടെ കുണ്ടമങ്കട പാലമില്ല എളിയ അവൻ അടിയിൽ കിടപ്പുണ്ട്. അണ്ണ അടിച്ചിട്ടതാ. ഈ ഗുണ്ടായുസ് നിങ്ങൾക്ക് നിർത്താറായില്ലേ? എന്റെ പൊന്നണ്ണ, ഇത് നിങ്ങൾ ഈ കേരളത്തിലായതുകൊണ്ട് നടക്കുന്നു. ഗൾഫിൽ വല്ലതും ആയിരുന്നെങ്കിൽ നിങ്ങൾ ഈ ഗുണ്ടായുസം കാണിച്ചതേ ഉണ്ടെങ്കിലല്ലോ. അവിടെ രാജാവിന്റെ മോനായാലും വെട്ട്, അതിനപ്പുറം ഇല്ല. ചേട്ടാ ഗൾഫിൽ നല്ല അടി കിട്ടത്തില്ല, ഇവിടുന്ന് തന്നെ വേണമെന്നുണ്ടോ? മണിക്കുട്ടാണോ നിങ്ങൾ എന്തോന്ന് പണിയെന്നാ കാണിച്ചത്? എന്താണ് ഈ കാര്യം? മനുഷ്യ ഇവിടെ നാണം കിട്ടി ചത്തില്ലെന്നേ ഉള്ളൂ. കാര്യം പറ. അവളെ നോക്ക്, അവളെ മൊത്തം സങ്കടം കണ്ട. തെറി പറഞ്ഞില്ലെന്നേ ഉള്ളണ്ണാ, അണ്ണൻ ഫ്രിഡ്ജ് കൊണ്ട് വരൂലെന്ന് വിചാരിച്ചു. നല്ലൊരു ദിവസമായിട്ട് എന്താടി വെങ്ങളതിന്റെ മുഖത്തൊരു വല്ലായ്മ? അത് എന്തെന്നറിയണോ, 3 ഗ്ലാസ് പായസം കുടിച്ചതിന്റെ. അങ്ങനെയൊന്നും അല്ലണ്ണാ, എല്ലാവരും പറഞ്ഞു. ദേ അണ്ണൻ ഉൾപ്പെടെ പറഞ്ഞു. അണ്ണനെ തെറി പറഞ്ഞില്ലാന്നേ ഉള്ളൂ. ഫ്രിഡ്ജ് കിട്ടാത്തതിന്റെ കാര്യം മൊത്തം തീർത്ത് ചേച്ചിയുടെ അടുത്ത്. ഇപ്പൊ ആരും അങ്ങനൊക്കെ ചെയ്തെന്നാ പറയുന്നത്? ചേച്ചി ചിരിക്ക്, ചേച്ചി മക്കളെ ചിരിക്ക് മക്കളെ, ചിരിക്കുന്നുണ്ട്. അതിപ്പം ഫ്രിഡ്ജ് വന്നല്ലോ, ഫ്രിഡ്ജ് വന്നു കഴിഞ്ഞ പിന്നെ ആർക്കാ പരാതി? ഞാൻ എന്തേലും പറഞ്ഞു ചേച്ചി? ഞാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അതെ എന്തെങ്കിലും ഒന്ന് പറയാനാ. അതിപ്പോ എന്നാ ഞാൻ എന്താ പറഞ്ഞു വന്നേന്നറിയോ? ഫ്രിഡ്ജ് എടുത്ത് നമുക്ക് അകത്തോട്ട് വെക്കാം, ബെയിൽ കൊള്ളുന്ന ഫ്രിഡ്ജിന് ഒന്ന് സഹായിച്ചു കൊടുക്കാം. ഇനി അതിന്റെ ആവശ്യമില്ല. അണ്ണ ഒറ്റയ്ക്ക് എടുത്ത് വയ്ക്കാൻ നിങ്ങളുടെ ഭാര്യ അല്ലടാ, ഇനി ഈ ഫ്രിഡ്ജ് ഈ വീട്ടിലേക്ക് തരുന്നില്ല. എന്റെ പെങ്ങളെ വേദനിപ്പിച്ചിട്ട് ഇനി ഈ ഫ്രിഡ്ജ് ഈ വീട്ടിൽ ഇരിക്കണ്ട. അല്ലയാ എല്ലാരെയും വിളിച്ച് പോവാൻ നമുക്ക്. അണ്ണൻ പോണ അവിടെ നിൽക്കുന്ന വരുന്നില്ലേ വീട്ടിൽ? അണ്ണ നിന്ന് നിപ്പിന് പോവാ. നിങ്ങൾ ഒരാഴ്ച സാമിയ പായസവും ബോളിൽ നിന്നോട്ട് വേണ്ട 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 ചേട്ടാ അളിയാ ഒന്നും വേണ്ട. മണിക്കൂട്ടാ പറയണ്ട പെങ്ങളെ. പോണ വാട്സപ്പ് നമ്പർ എന്നിട്ട് പോ. അണ്ണാ ഈ വാങ്ങോഴിക്കേണ്ട വാട്സപ്പ് നമ്പർ വേണോന്ന്? വാട്സപ്പ് നമ്പർ നല്ല ബന്ധങ്ങളായല്ല. രാത്രിയില് അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഗൾഫൊക്കെ രാവും പകലും ഒരു മൊബൈൽ എടുത്തില്ല. അത് തരാം, അത് എഴുതി തരാം. എന്തോന്നടി ചിന്നു? ചിന്നു രണ്ട് പത്തെണ്ണം കിട്ടണമായിരുന്നു. നടക്ക് കോഴി ഫാമിലി.
കിട്ടിയായിരുന്നോ വാട്സപ്പ് നമ്പര്? പിന്നെ വാട്സപ്പ് കൊടുത്തു, ഫേസ്ബുക്ക് കൊടുത്തു, പിന്നെ വേറെ ആണ്ടൊരു ഇൻസ്റ്റാഗ്രാം അതും കൊടുത്തു. വേണ്ടേ ഇനി മേലാൽ ഒരു പെൺകുട്ടിയോട് ചോദിച്ചു പോരുത് കേട്ടല്ലോ. അളിയാ എന്തു നോക്കിക്കൊണ്ടിരിക്കുന്നേ? ഫ്രിഡ്ജ് പടി, വീട്ടിൽ വാ, വന്നേ, വാ, ഇങ്ങോട്ട് ഇറങ്ങി വാന്ന്. ഉരുളയ്ക്ക് പേര്